എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നയനയോട് അടുക്കളയിൽ നിന്ന് സംസാരിച്ചിട്ട് പോരുന്ന രേവതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ജാനകി പറയുവാണ്, രേവതി വിഷമിക്കുകയൊന്നും വേണ്ട, ഇവളെയൊക്കെ ഏട്ടത്തി തന്നെ ഇവിടുന്ന് അടിച്ചിറക്കിക്കോളും എന്ന്. ഏതായാലും അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുവാണ്. അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ നയന. അന്നേരം അജയൻ പറയുന്നുണ്ട് ജാനകിയോട്, നീ എന്നാ നോക്കി നോക്കുക, നിനക്കൂടി കൂടി ഇതെല്ലാം ഒന്ന് വിളമ്പിയാൽ എന്നാ എന്ന് ചോദിക്കും. അന്നേരം ഞാനൊന്നും വിളമ്പുന്നില്ലേ, ഇവിടെ ഒരു വിളമ്പുകാരി ഉണ്ടല്ലോ, അവൾ വിളമ്പട്ടെ എന്ന് പറയുവാണ്. ഏതായാലും ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്നേരം ജയൻ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ, നന്നായിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അജയൻ പറയും, പണ്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെയാണ്, അതിനേക്കാൾ കൂടുതൽ നന്നായിട്ടുണ്ട് ഇത് എന്ന് പറയുക. അഭി പറയുന്നുണ്ട്, ഇന്ന് മുത്തശ്ശി കേൾക്കണ്ട കേട്ടോ, മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, അവരാണ് ഏറ്റവും കൂടുതൽ നയനമോളെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് അവർക്ക് സന്തോഷമേ ആകുള്ളൂ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവരും പുകഴ്ത്തി തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇന്ന് ഞങ്ങളുടെ വയറാണ് കേടായത് എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അത് കഴിച്ചതാണല്ലോ മോളെ, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ഓരോരുത്തരുടെ മനസ്സിൽ വിഷമാണ്, ആ വിഷം ആർക്കാണോ ഏൽക്കേണ്ടത് അവർക്ക് ഏൽക്കുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിൽ വിഷം വെച്ചുകൊണ്ടൊന്നും മോൾ ഒരു കാര്യവും ചെയ്യുകയില്ല, മോളെ എന്നും സ്നേഹത്തോടെയാണ് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി തരുന്നത് എന്ന് പറയും കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല, പൂജാമുറിയിൽ മാത്രമല്ല ഈശ്വരനുള്ളത്, വിളമ്പുന്ന ഭക്ഷണത്തിലുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരിക്കലും ഞാൻ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ നിനക്ക് വരുതിയിലാക്കാൻ സാധിച്ചു, അതുപോലെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുമെന്ന് നീ കരുതണ്ട എന്ന് ജാനകി പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടമാണ്, ഏട്ടത്തി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യണം, എന്നിട്ട് ഈ കുറ്റപ്പെടുത്തലും കേൾക്കണം എന്ന് പറയും. അന്നേരം അനാമിക, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നയന പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ശരിയാകിയില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവുക. പോയി കഴിയുമ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊന്ന് വിളമ്പി തരാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റിയില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയും, ഇനി അവൾ പോയില്ല, ഇനി ഞാൻ വിളമ്പി തരാമെന്ന്. അന്നേരം അജയൻ പറയും, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് കൈയുണ്ട്, ഞങ്ങൾ വിളമ്പി കഴിച്ചോളാം എന്ന് അജയൻ പറയുവാണ്. പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി നയനോട് പറയാം, അതെ ഇനിയിപ്പം 41 ദിവസം അവന് വ്രതമല്ലേ, ആ സമയത്ത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി നിൽക്കാം കേട്ടോ, അങ്ങനെ പെൺകുട്ടികൾ പോയി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും അവനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം നയന പറയും, അങ്ങനെയല്ല എൻ്റെ വീട്ടിലും അച്ഛൻ മാല ഇട്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, അന്നേരം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ എനിക്കറിയാം എന്ന് പറയുവാണ്. അന്നേരം ദേവേനെ പറയുക, അല്ല നീ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അത് എനിക്കൊരു ആശ്വാസമായിരുന്നു, നിൻ്റെ മുഖം കണി കാണണ്ടല്ലോ, കാണുന്നതേ എനിക്ക് അവലക്ഷണമാണ് എന്ന് പറയും. അന്നേരം നയന പയ്യെ ഒരു ചിരിയോടെ പറയുവാണ്, ഇങ്ങനെ തന്നെയാണ് അമ്മയുടെ മകനും നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പം പറയുന്നത് എന്നെ കണി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ലെന്നാണ് എന്ന് പറയും. അന്നേരം അത് ദേവേനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത് അവൻ്റെ വിവരക്കേട്, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ നിൻ്റെ വലയിൽ വീഴും എന്ന് നീ കരുതണ്ട, ഈ ജന്മം ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ദേവയാനി പറയുന്നുണ്ട്, ഈ അനന്തപുരി തറവാടിന് ഒരു ശാപം ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനുശേഷം ആ ശാപം മാറി ഒരു നന്മയായി മാറിയത് അനാമിക മോള് വന്നതിന് ശേഷമാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇനി അമ്മ കൂടുതൽ സംസാരിക്കേണ്ട, ഇനിയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടി എനിക്ക് തരേണ്ടി വരും, ഏതായാലും മാലയിട്ട് വ്രതം നോക്കുന്ന സ്വാമിമാരുള്ള വീടല്ലേ, അതുകൊണ്ട് വേണ്ട എന്ന് പറയും. അന്നേരം നീ അങ്ങ് പറയടി, ഇനിയിപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മനസ്സിൽ നീ പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം നയന പറയും, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തും പറയാറുണ്ടമ്മേ, അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും എനിക്കില്ല എന്ന് പറയും. എന്തെങ്കിലും ദേവയാനി, നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ഒരു കാലത്തും നീയും അവനും ഒന്നിക്കുകയില്ല, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നയന റൂമിലേക്ക് വരുക കേട്ടോ, അവരുടെ റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക്. അപ്പം അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നവ്യ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, എന്താണ് നിനക്കൊരു വിഷമം എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, അല്ല ആദർശൻ്റെ അമ്മ പറയുമായിരുന്നു 41 ദിവസം നോയമ്പല്ലേ, അതുകൊണ്ട് എന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം എന്നിട്ട് അമ്മായിമ്മയുടെ തീരുമാനം നടപ്പിലാക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, ഞാനിത് ആദർശേട്ടനോട് പറഞ്ഞപ്പോഴേ ആദർശേട്ടൻ പറഞ്ഞു 41 ദിവസമല്ല 4 മണിക്കൂർ എന്നെ കാണാതിരിക്കാൻ ആദർശേട്ടന് പറ്റില്ല എന്ന്, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു എന്ന് പറയും.
അന്നേരം ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പം നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, "എങ്കിലും ഒരു കാര്യം ചെയ്യ്, ഈ കാര്യം നേരിട്ട് അമ്മയോട് പറയാൻ പറ ആദർശേട്ടനോട്" എന്ന് പറയും. അന്നേരം നയന പറയും, അങ്ങനെ പറയാനുള്ള ധൈര്യമൊന്നും ആദർശേട്ടനില്ല" എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ടങ്ങ് പറയണം. അതിനെന്തിനാ ഇനി മാത്രം പേടിക്കുന്നത്" എന്ന് ചോദിക്കും. നയന പറയുന്നുണ്ട്, 41 ദിവസം ഞങ്ങൾ അകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാകുമെന്നാണ് അമ്മയുടെ വിചാരം. പക്ഷേ അത് ഈ ജന്മം ഇനി നടക്കുകയില്ല. ആദർശേട്ടൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. ഇതൊന്നും ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അന്നേരം ഇത് മൊത്തം കേട്ടുകൊണ്ട് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് പോകും. അന്നേരം നയന നവ്യയോട് പറയുവാണ്, "അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. കാരണം അമ്മ വാശിയോടെയാണ് ആദർശേട്ടനെ കൊണ്ട് മാല ഇടിപ്പിച്ചത്. ആ വാശി അയ്യപ്പനോടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും പറ്റല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്" എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, "നീ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നിൻ്റെ അമ്മായിമ്മയാണെങ്കിലും അവർക്ക് കിട്ടണമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, "ഞാൻ എത്രത്തോളം ആദർശേനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അമ്മയും ആദർശേനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദർശേന് സങ്കടമാവും. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്" എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് നയന. അന്നേരം ഇത്രയും വലിയ നന്മ മരത്തെ കണ്ട സന്തോഷത്തിൽ നിൽക്കുവാണ് നവ്യ. പിന്നെ കാണിക്കുന്നത് വൈകിട്ട് ദേവയാനി റൂമിലേക്ക് വരുവാണ്. ദേവയാനിക്ക് റൂമിൽ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും ദേവയാനി റൂമിലേക്ക് വരുമ്പം ഒരു ശരണം വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ തുടങ്ങുവാണ് ജയൻ. ദേവയാനി ജയനോട് പറയുന്നുണ്ട്, "രണ്ടും കൂടെ ഹണിമൂണിന് പോകാൻ വേണ്ടി ഇരുന്നതല്ലേ, അതുകൊണ്ട് അത് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം രണ്ടെണ്ണത്തിനും കാണും" എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, "അവർ അത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നു ആ കാര്യം. ഇത് താൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ താനൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ശരിക്കും അയ്യപ്പസ്വാമിയോടാണ് നീ ഈ വാശി കാണിച്ചത്. ഇന്ന് അമ്പലത്തിൽ വെച്ചും നിനക്ക് ചെറിയ തലചുറ്റലൊക്കെ ഉണ്ടായില്ലേ? വേണമെങ്കിൽ വൈകിട്ടൊന്ന് പാല് കുടിച്ചിട്ട് കിടന്നോളം മേലായിരുന്നോ? ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ" എന്നിങ്ങനെ പറയും. അന്നേരം ദേവേനി പറയും, എനിക്കിനി വേണ്ട, എന്നിട്ട് അത് കഴിച്ചിട്ട് വേണം ഞാനും ഇവിടെ കിടന്ന് ഓടാൻ. എൻ്റെ മരുമോളെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല" എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, "നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് ആവശ്യത്തിന് പണമുണ്ട്. അതുപോലെ ആദർശ് നമ്മുടെ കമ്പനികളുടെ എല്ലാം MD-യുമാണ്. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ശരിക്കും അവനെ നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവന് ഭാര്യയായിട്ട് വേണ്ടത്? നിനക്കറിയത്തില്ലേ അവനൊരു ആസ്മാ രോഗിയാണെന്ന്? വിവാഹശേഷം ഒരിക്കൽ പോലും അവന് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല" എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, "അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല" എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, "നീ അവനെ എങ്ങനെ നോക്കിയിരുന്നോ അതുപോലെ തന്നെയാണ് നയന അവനെ നോക്കുന്നത്. അതുകൊണ്ടാണ് ആ അസുഖം പിന്നീട് വരാത്തത്. കറക്റ്റ് ടൈമിൽ അവൻ അവൻ്റെ അസുഖം അറിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നോ നമുക്ക് വേണ്ടത്" എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ദേവേനി പറയും, "ഒരിക്കലും എനിക്ക് എന്തിൻ്റെ പേരിലാണേലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല" എന്ന് തന്നെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, "ഇനി ഞാൻ എൻ്റെ സ്നേഹം മൊത്തം കൊടുക്കുന്ന അനാമിക മോൾക്കാണ്. അവളെയേ ഞാൻ എൻ്റെ മരുമകളായിട്ട് കാണുകയുള്ളൂ" എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, "നീ പറയുന്ന പോലെ അത്ര സ്ട്രെയിറ്റ് ഒന്നുമല്ല അനാമിക. അതുപോലെ അവരുടെ വീട്ടുകാരും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല" എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി തോന്നുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ആദർശനും എന്ന് പറയും. അന്നേക്കും ദേവയാനി, ഇത് അവൻ്റെ അസൂയ കൊണ്ട് അവൻ പറയുന്നതാണ്. അവൻ്റെ ഭാര്യയുടെ വീട്ടുകാരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത്. അതിനെയൊക്കെ കണി കണ്ടാൽ തന്നെ ഗതി പിടിക്കുകയില്ല" എന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവാണ്. എത്ര പറഞ്ഞാലും നന്നാകില്ലല്ലോ എന്നൊരു മനോഭാവത്തിൽ ജയൻ നിൽക്കുന്നു. പിന്നീട് അബിയെ കാണിക്കുന്നുണ്ട്. അബി ആകെ വിഷമത്തിലാണ്. 41 ദിവസം നോയമ്പെടുക്കുന്നതിൻ്റെ സങ്കടമാണ് അബിക്ക്. അബി ആകെ ഒരു 2-3 ദിവസമേ നോയമ്പെടുക്കാറുള്ളൂ ഇതിനു മുമ്പ്. അപ്പോൾ ആ സങ്കടത്തിലിരിക്കുക. അന്നേരം ജലജ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, "ഏട്ടത്തി ആദർശിനെ കൊണ്ട് നോയമ്പെടുപ്പിച്ചത് നിനക്കൊരു പണിയായല്ലേ? ഏതായാലും അത് നന്നായി. അങ്ങനെയെങ്കിലും കുറച്ച് ദിവസം നോയമ്പെടുത്ത് നീ ശബരിമലയ്ക്ക് പോ. അങ്ങനെയെങ്കിലും ഈശ്വരൻ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. നിൻ്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടട്ടെ" എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, "അങ്ങനെ ഞാൻ ഈശ്വരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ കേൾക്കുമോ? അവളും അവളുടെ ചേച്ചിയും ഒക്കെ ഈശ്വരനെ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കുമല്ലേ" എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, "അങ്ങനെയൊന്നും ഒരാളുടെ കൂടെ മാത്രം ഈശ്വരൻ നിൽക്കുകയില്ല. എങ്ങനെയെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ച് നീ നോയമ്പെടുക്കുക" എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, "അവൾ ഒരു ഇത്തിക്കണ്ണിയാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം അവൾ അങ്ങനെ പോകുമെങ്കിൽ 41 400 ദിവസം നോയമ്പ് നോക്കാനും ഞാൻ തയ്യാറാണ്" എന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് പോവാട്ടോ. ഈ സമയം നമ്മുടെ അനാമികയ്ക്കും രേവതിക്കും ഭയങ്കര വിഷമം. അവരൊന്ന് തോറ്റുപോയില്ലേ ഇന്ന് നയനയുടെയും നവ്യയുടെയും മുമ്പിൽ. അതുകൊണ്ട് അവർക്കൊന്ന് ജയിക്കണം. അതിന് രേവതി പറയുവാണ്, "അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ തന്നെ അങ്ങ് ഇല്ലാതാക്കണം. എങ്കിലേ അവൾ കുറച്ച് നാൾ കിടന്നു പോവുള്ളൂ. അതിനുവേണ്ടി എന്താഴ്ച ചെയ്യണം" എന്നൊക്കെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, "അത് തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ തന്നെ അവളുടെ വയറ്റിൽ എന്തിനാ അങ്ങനെ ഒരു കുഞ്ഞ്? ആ കുഞ്ഞിനെ അവളുടെ ഭർത്താവ് അംഗീകരിച്ചിട്ടില്ല. ഭർത്താവിൻ്റെ അമ്മയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് പോയാലും കുഴപ്പമില്ല" എന്നിങ്ങനെ പറയുവാണ്
പറയുവാണ്. അന്നേരം ഇത് കേൾക്കുന്ന ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ മാറിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ജലജ മനസ്സിലോർക്കുക, ഈശ്വര അങ്ങനെ അങ്ങ് ചെയ്യുക, എൻ്റെ പണി അങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്നൊക്കെ ജലജ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ഇവരിത്രയും പറഞ്ഞിട്ട് നോക്കുമ്പോൾ ജലജ അവിടെ നിൽക്കുന്ന കാണാം. അവർക്ക് ഒരു വിഷമം അന്നേരം ജലജ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, അവൾ ഈ വീടിനെ അടക്കി ഭരിക്കുവാണ്. ഇനി ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മോൾക്ക് അവളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ പെട്ടെന്ന് ചെയ്താൽ നല്ലൊരു ജീവിതം മോൾക്ക് കിട്ടും. മോൾ അർഹതയുണ്ടായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്, അവളുമാർ അങ്ങനെയല്ല എന്ന് ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഡോസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജലജ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും രേവതി പറയും, അതെ മോളെ, അത് തന്നെയാണ് വേണ്ടത്. അവളുടെ വയറ്റിലെ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കിയ ബാക്കി എല്ലാ കാര്യങ്ങളും നേരെ ആയിക്കോളും എന്ന് പറഞ്ഞ് അതിനുള്ള പ്ലാൻ തയ്യാറാക്കുവാണ് രണ്ടും കൂടെ. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശന് റൂമിലേക്ക് വന്നപ്പോൾ ആകെ സങ്കടം, തനിച്ചല്ലേ ഉള്ളൂ. അന്നേരം നയനെ ഫോൺ വിളിക്കും. അന്നേരം നയനെ മനസ്സിലോർക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട്, എന്താ അയ്യപ്പ കിടന്ന് ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ വിഷമം, നീ ഇവിടെ വന്ന് ഈ തറയിൽ കിടന്നാൽ മതി, ഇങ്ങോട്ട് പോരേ എന്ന് പറയും. അന്നേരം നയന, എൻ്റെ ഈശ്വര, ആ രാത്രിയിൽ ആ റൂമിൻ്റെ പരിസരത്തോട്ട് വരാൻ പോലും എനിക്ക് അനുവാദമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് ആദർശിന് വിഷമാണെന്ന് അറിയുമ്പം നയന പറയുന്നുണ്ട്, സാരമില്ല, നീ 41 ദിവസം കഴിയുമ്പം ഞാൻ എന്നും കൂടെ കാണുമല്ലോ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതാണ് ഒരാശ്വാസം, ഏതായാലും അത് അങ്ങനെ തന്നെ ആകാൻ വേണ്ടി ഞാൻ 41 ദിവസം കഠിന വ്രതം പിടിക്കാൻ പോവാണ് എന്ന് പറയും. അന്നേരം നയന, ആഹാ, എന്നിട്ടാണോ എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, നിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ടായെന്ന് പറയുമ്പം, എന്നാൽ ശബ്ദം കേട്ടല്ലോ, എന്നാൽ ഇനി പോയി കിടന്ന് ഉറങ്ങുക കേട്ടോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആദർശ് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്